ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അങ്ങനെ ഓണമൊക്കെ കഴിഞ്ഞു. പുലിക്കളിയിൽ അന്നാണ് കേട്ടോ ജോലി തുടങ്ങിയത്. അപ്പോൾ ഇന്ന് ജോലിക്ക് പോണ ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ മുറ്റത്ത് തീയൊക്കെ കത്തിച്ചു. അപ്പോൾ നേരത്തെ തീ കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ വന്നൊന്ന് ഷൂട്ട് ചെയ്തൊന്നും മാത്രമല്ല കേട്ടോ. നേരത്തെ തീ കത്തിച്ചാൽ തന്നെയാണ് ചോറ് വേവുള്ള നല്ല വേവുള്ള ചോറാണ്. ഇൻഡക്ഷനിൽ വെച്ചാലും ഇതിൽ വെച്ചാലും ഒക്കെ ഒരേപോലെ തന്നെ അധികം അങ്ങോട്ട് ആ ഒരു ഒറ്റ വേവുള്ളൂ. വെന്തിങ്ങനെ വിടരില്ല, അങ്ങനെ മണിയായിട്ട് ഇങ്ങനെ ചോറ് കൊടുക്കും. എനിക്ക് ആ ചോറ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇവിടെ അമ്മയ്ക്കൊന്നും കഴിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് തീ കത്തിച്ച് അപ്പം തന്നെ ഞാൻ തുണികൾ അലക്കാനിടുകയാണ്. തുണികൾ തലേദിവസം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ നിറയെ എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ ഷോർട്ട് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ അലക്കാനും അങ്ങനെ ഒന്നിനും നിന്നിട്ടുണ്ടായിരുന്നില്ല തലേദിവസം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ വഴി തന്നെ അത് അലക്കാനായിട്ടിട്ടു. അപ്പോൾ നമ്മുടെ ജോലികൾ കഴിയുമ്പോഴേക്കും അത് വിരിച്ചിടാലോ കൊണ്ടുപോയിട്ട്. എന്നിട്ട് അന്ന് മുട്ടക്കറിയാണ്, വെള്ളയപ്പം മുട്ടക്കറിയും പിന്നെ മീൻ കറിയാണ് കേട്ടോ ഇന്ന് വയ്ക്കണത്. മീൻ്റെ വിശേഷം അവസാനം പറയാം അല്ലേ. അപ്പോൾ അതാ മുട്ട ഞാൻ പുഴുങ്ങാനായിട്ട് വെച്ചു. ഒരിത്തിരി ഉപ്പും വിനാഗിരിയും കൂടി ഒഴിച്ച് ഒരു അര ഗ്ലാസ് അങ്ങോട്ട് തികച്ച് വേണ്ട വെള്ളം ഒഴിച്ച് കണ്ടിട്ട് ഒരടി വിസിലടിച്ച് അപ്പം തന്നെ തുറന്നിട്ടുണ്ടെങ്കിൽ മുട്ട കറക്റ്റായിട്ട് വെന്തുണ്ടാവും കേട്ടോ കറി വയ്ക്കാനുള്ള രീതിയിൽ. പിന്നെ ഇതാ വെള്ളയപ്പത്തിന് കുറച്ചധികം തന്നെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് ആ കരത്തിൽ വെച്ചിട്ട് ബാക്കിയുള്ളത് ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വയ്ക്കാനാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കോരി എടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടാവില്ല, അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ കലക്കി വയ്ക്കുമ്പോൾ എപ്പോഴും വലിയ പാത്രത്തിൽ തന്നെയാണ് കേട്ടോ കലക്കി വയ്ക്കുള്ളൂ, പുറത്തേക്കൊന്നും പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതേപോലെ മാറ്റി വയ്ക്കുമ്പോൾ ചെറിയ പാത്രത്തിലാക്കി പിന്നെ ഫ്രിഡ്ജിലേക്ക് വയ്ക്കും കേട്ടോ. എന്നിട്ട് ഇതാ വെള്ളയപ്പം കോരി വയ്ക്കുകയാണ്. വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാരണം കൊണ്ട് ഇനി ഇത് ഇടണില്ല. പിന്നെ ഗോതമ്പിൻ്റെ വെള്ളയപ്പത്തിൻ്റെ വീഡിയോ ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാൻ മറന്നുപോയി കേട്ടോ. ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. അപ്പോൾ ഇനി അത് എപ്പോഴെങ്കിലും ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം, ഇതിൽ കാണിക്കുമ്പോൾ അതോടുകൂടി തന്നെ. അപ്പോൾ ആ മുട്ട നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടി. അപ്പോൾ ഒരെണ്ണമൊക്കെ ചിലപ്പോൾ ഒന്ന് പൊട്ടാറൊക്കെ പതിവുണ്ടായിരുന്നു കേട്ടോ. ഇന്നൊരു കുഴപ്പമില്ല, എല്ലാ മുട്ടയും നല്ല കറക്റ്റായിട്ട് വെന്ത് ചെറുതായിട്ട് ആ തോലൊക്കെ ഒന്ന് ചിന്നൽ വന്ന് അങ്ങനെ തോല് പൊളിക്കാനൊക്കെ എളുപ്പത്തിലുള്ള ഒരു മുട്ടയായിട്ട് ഇന്ന് കിട്ടിയിട്ടുണ്ട്. അതിനിടയ്ക്ക് ഇതാ വെള്ളയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ മുട്ടയുടെ അടുത്തേക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കണതിൻ്റെ ഇടയിൽ വെള്ളയപ്പം എന്താ ഇത്തിരി ചൂട് കൂടിപ്പോയി. അത് ആ കറക്റ്റ് വേവിലെടുക്കുമ്പോഴാണ് നല്ല അടിപൊളിയാവുക കേട്ടോ. ഇത്തിരി ചൂട് കുറഞ്ഞാലോ ചൂട് കൂടിയാലോ ഒക്കെ വെള്ളയപ്പത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. പിന്നെ നമ്മൾ എന്നും ഉണ്ടാക്കുമ്പോൾ അത് അങ്ങനെ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. മുട്ടക്കറിയിലേക്കുള്ള മസാലകൾ സവോളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. തലേദിവസമൊക്കെ റെഡിയാക്കി വയ്ക്കുകയെന്ന് വെച്ചാൽ നല്ലതാണ്. എനിക്ക് ഈ എഡിറ്റിങ്ങിൻ്റെ പരിപാടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ. കൂട്ടുകാരൊക്കെ ആകുമ്പോൾ തലേദിവസം ചോറിന് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ TV കാണാതിരിക്കുമ്പോൾ എല്ലാ കഷ്ണങ്ങളും അങ്ങോട്ട് അരിഞ്ഞു വെച്ചാൽ പിറ്റേ ദിവസം എന്താ പറയുക 5 മണിക്കൊന്നും എഴുന്നേൽക്കേണ്ട, 6 മണിക്ക് എഴുന്നേറ്റാലും മതി. എനിക്ക് ഷൂട്ടിങ്ങൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ 5 മണിക്ക് എനിക്ക് എഴുന്നേൽക്കണത് കേട്ടോ. ഞാനിതെല്ലാം അതും കൂടി ആ ചോപ്പറിലിട്ടിട്ട് അങ്ങോട്ട് അരിഞ്ഞെടുത്തു. വേറെ ഒന്നും അരിയാൻ നിന്നില്ല, ഒരുമിച്ച് അങ്ങോട്ട് അരിഞ്ഞു കേട്ടോ. ആ കുക്കറിലേക്ക് അതിട്ട് ഇത്തിരി വെളിച്ചെണ്ണയും ഇത്തിരി ഉപ്പും കൂടിയിട്ടു. എന്നിട്ട് പിന്നെ ഒരു വിസിലടുപ്പിക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. നമ്മുടെ സവോള തന്നെ വേഗം വഴഞ്ഞ് കിട്ടാനായിട്ട് എളുപ്പപ്പണിയാണ്. അങ്ങനെ ഇടയ്ക്കൊക്കെ എളുപ്പപ്പണിയൊക്കെ വേണ്ട അല്ലേ. അത് വിസിലടിച്ച് അപ്പം തന്നെ തുറക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. അതിനിടയ്ക്ക് ഞാൻ നാളികേരപ്പാൽ പിഴിഞ്ഞെടുക്കാണ്ട് മീൻ കറിയിലേക്കും വേണം മുട്ടക്കറിയിലേക്കും വേണം. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു തേങ്ങയുടെ പാലെടുത്ത് കണ്ടിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പിഴിഞ്ഞ് വെച്ചു. 2ാം പാലും 1ാം പാലും ഒക്കെ ഒരുമിച്ചിട്ടാണ് ഞാൻ പിഴിഞ്ഞെടുത്തത്. മുട്ട തുറന്ന് നോക്കിയപ്പം ഈ ഒരു പരുവത്തിലിരിക്കുന്ന മുട്ടയല്ല കേട്ടോ സവോള. അതിൽ വെള്ളമൊന്നുമില്ല, എന്നാലും ഒന്ന് ഡ്രൈ ആക്കണം തോന്നി. ഒട്ടും വെള്ളത്തിൻ്റെ അംശം പാടില്ലല്ലോ. അപ്പോൾ ഒന്ന് തീ കത്തിച്ച് ഒരു 2 മിനിറ്റ് ആകുമ്പോഴേക്കും അതങ്ങോട്ട് ഡ്രൈ ആയിക്കോളും. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് ചേർക്കാവുന്നതുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഇനി പൊടികൾ മാത്രമേ ചേർക്കണ്ടോ, ബാക്കിയുള്ളൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഒരിത്തിരി കുരുമുളക്, ഗരം മസാലയും ഒരിത്തിരി മതി കേട്ടോ. മുട്ടക്കറിക്ക് ഓവറായിട്ട് മസാലയൊന്നും വേണ്ട. ഇതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ പോരെ ഉണ്ടായിരുന്നു, അതും കൂടി ഒഴിച്ച് കൊടുത്തു കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് ഇത്തിരി മുന്നിട്ട് നിൽക്കണം മുട്ടക്കറിയിലും മീൻ കറിയിലും ഏത് കറിയിലായാലും വെളിച്ചെണ്ണയ്ക്ക് ഇത്തിരി മുന്നിട്ട് നിൽക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പം വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതോട് വിഷമമുള്ളവർ ഉപയോഗിക്കേണ്ട, കുഴപ്പമില്ലാത്തവരൊക്കെ ഉപയോഗിക്കാം. കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് ഉടയണ പരുവാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ തേങ്ങാപ്പാൽ പിഴിഞ്ഞതിൽ കുറച്ച് തേങ്ങാപ്പാലും കൂടി അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതൊന്ന് തിളയ്ക്കണം കേട്ടോ. അന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് തിളയ്ക്കണം. അങ്ങനെ വല്ലാണ്ട് കൂടുകൊണ്ടൊന്നും തിളയ്ക്കൊന്നും വേണ്ട, എന്നാലും അത്യാവശ്യം ഒന്ന് തിളച്ചെടുക്കണം. അപ്പോൾ എനിക്ക് ഇത്തിരിയും കൂടി തേങ്ങാപ്പാൽ പോരായിട്ട് തോന്നി. അപ്പം ഞാൻ അതും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്തു.
പിന്നെ ബാലൻസ് ഉള്ളത് മീൻകറിയിൽ ഒഴിച്ചാൽ മതി എന്ന് വെച്ചു. മീൻകറി പിന്നെ ഒരു വറ്റിക്കുന്ന മോഡലിലാണ് കേട്ടോ വയ്ക്കേണ്ടത്. ഇതിന് ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാം കേട്ടോ. ഞാൻ എല്ലാത്തിനും ഷോർട്ട് വീഡിയോകൾ ഇടുന്നുണ്ട്. ചിലപ്പോൾ 1-2 ദിവസം കഴിയുമെന്നും മാത്രമേ ഉള്ളൂ. അതിലേക്ക് ഇതേ മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് ചെറുതായിട്ടൊന്ന് തള വരണം കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഈസി ആയിട്ടുള്ള മുട്ടക്കുറുമ റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഈസി ആയിട്ട് മുട്ടക്കുറുമ ചെയ്യാൻ പറ്റില്ല, അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് മൂടി വെച്ച് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ സംഭവം റെഡിയായി. പിന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായി ഈ ഒരു പരുവത്തിൽ കിട്ടും കേട്ടോ. പിന്നെ ഇതാ മീൻകറി വെക്കുകയാണ്. വറ്റിക്കണ രീതിയിൽ തന്നെയാണ് വയ്ക്കണത്. അപ്പോൾ ഇതാ ചട്ടി വെച്ചിൻ്റെ മാന്തലാണ് കേട്ടോ. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവിട്ട് പൊട്ടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സവോളയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും കൂടി ഇട്ട് കണ്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാണ്ട് അതിലേക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. കറിവേപ്പില കൊണ്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഒരു തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കണം. വറ്റിച്ചെടുക്കേണ്ട കറിയല്ലേ. ഇതൊക്കെ ഇട്ട് കൊടുത്ത് കണ്ടിട്ട് ഒരിത്തിരി പുളിയും കൂടി ഒഴിച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇങ്ങനെ ഉടഞ്ഞു പോണ ഒരു പരുവല്ലേ ആ ഒരു രീതിയിലേക്ക് ആക്കിയെടുക്കണം. അപ്പോഴാണ് ഇത് ഈ മീൻകറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ഇങ്ങനെ കിടന്നുണ്ടെങ്കിൽ ആകെ ഒരു എന്താ പറയുക ഉള്ളിക്കറിയുടെ ഒരു തോന്നൽ വരും. അല്ലെങ്കിൽ പിന്നെ ആദ്യം വഴറ്റിയിട്ട് ഒന്ന് അരച്ചെടുക്കാവും നല്ലത്. അപ്പം ഞാൻ എന്തായാലും അരച്ചെടുക്കുന്നത് വേറൊരു വീഡിയോയിലൊക്കെ കാണിക്കാം. ഇത് നന്നായിട്ട് ഇതേപോലെ വാട്ടിയെടുത്ത് ആ തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് എടുക്കണ പരുവായിട്ട് വേണം നമുക്ക് പിന്നെ നാളികേരപ്പാൽ ഒഴിക്കാനായിട്ട് കേട്ടോ. നാളികേരപ്പാൽ ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വെള്ളം ഒഴിച്ചാൽ മതി. ഞാനിത്തിരി എരിവ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നാളികേരപ്പാൽ ചെയ്ത് വെള്ളത്തിന് പകരം ഒഴിച്ചു എന്ന് മാത്രം കേട്ടോ. കൂട്ടുകാരുടെ ഇഷ്ടത്തിനൊക്കെ മാറ്റം വരിക. ഏത് റെസിപ്പി ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടേതായ രീതിയിൽ വേണം കേട്ടോ ചെയ്യാൻ. വേറെ ആൾക്കാരൊക്കെ കണ്ടാലും നമ്മൾ നമ്മുടെ രീതിയിലേക്ക് ആക്കി മാറ്റിയെടുക്കണം. അപ്പോഴാണ് ആ റെസിപ്പിക്ക് റെഡി ആവുക. അപ്പോഴേക്കും ചോറ് വെന്തിട്ടുണ്ട്. അതൊന്ന് കൊണ്ടുവന്ന് ഊറ്റി വെക്കാൻ കേട്ടോ. ചൂടുവെള്ളം വെച്ചു. ആർക്കെങ്കിലും ചൂടുവെള്ളം വേണമെങ്കിൽ എടുത്ത് കുളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കൊണ്ടുവയ്ക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഈ മീൻ കറിയുടെ ചാറ് തിളച്ചിട്ടുണ്ടായിരുന്നു. അത് തുറന്ന് കണ്ടിട്ട് പിന്നെ ഇതിൽ തലേദിവസം തന്നെ ഉപ്പും മുളകും പുരട്ടി വെച്ച മാന്തൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ട് കൊടുത്തു. വീണ്ടും മൂടി വെച്ച് കണ്ടിട്ട് വീണ്ടും ഒന്നും കൂടി ഒന്ന് തിളച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് തിളച്ച് ആ മീനൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അത്രയ്ക്കേ വേണ്ടോ. മീൻ വേവാൻ പിന്നെ അധികം സമയമൊന്നും വേണ്ടല്ലോ. ഒരു 2-3 മിനിറ്റ് മതി. മീൻ വെന്തു എന്ന് തോന്നി കഴിഞ്ഞാൽ പിന്നെ കറിവേപ്പിലയും ഇത്തിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് കണ്ടിട്ട് മീൻ കറി മൂടി വയ്ക്കുക. ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയാവും. അതിനിടയ്ക്ക് ചോറ് ഊറ്റിയാണ്. അപ്പോൾ ശ്രീകുട്ടൻ്റെ ആദ്യത്തിനും കൂടി തലേദിവസം സൈക്കിൾ നന്നാക്കാനായിട്ട് കൊടുക്കാനായിട്ട് പോയിണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ 2 ഓണത്തിൻ്റെ അന്നാന്ന് തോന്നുന്നു. 2 ഓണത്തിൻ്റെ അന്നല്ല 3 ഓണത്തിൻ്റെ അന്ന് പോയിണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോൾ മീൻകാരൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മീനുണ്ടെങ്കിൽ വാങ്ങിച്ചോ നോക്കിയപ്പോൾ നമ്മുടെ മാന്തളിന് 60 രൂപയോളം കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ള മാന്തളായിരുന്നു. അപ്പോൾ പിന്നെ അത് 2 കിലോ വാങ്ങിച്ച് തലേദിവസം ഇങ്ങനെ വറുത്ത് കോരി അവർ കഴിച്ചു. പിന്നെ കുറച്ച് മാത്രം ഒന്ന് കറി വയ്ക്കാൻ പറ്റിയ ദിവസത്തേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ പറമ്പിലേക്ക് വേസ്റ്റ് ഒന്നും വലിച്ചെറിയാൻ പറ്റിയില്ല. അപ്പം ഞാൻ പച്ചക്കറികളൊക്കെ ഒരു ബക്കറ്റ് ഇട്ടേക്കും. കവറുകളൊക്കെ കഴുകി ആ പാത്രത്തിലിട്ട് വയ്ക്കും. പിന്നെ ചോറൊക്കെ അവിടെ തന്നെ ഇടും കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് കോഴിയും പൂച്ചയും കാക്കയും കിളിയും ഒക്കെ വരും. പിന്നെ ഭക്ഷണ സാധനം കഴിക്കാൻ പറ്റുന്നതൊക്കെ അവിടെ ഇടും. അവരൊക്കെ അതൊക്കെ കഴിച്ചോളും. അങ്ങനെ വൃത്തികേടായിട്ടൊന്നും കിടക്കില്ല. അപ്പോൾ തേങ്ങാപ്പീര നമ്മുടെ കണ്ടപ്പന് വേണം കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി ഇട്ട് കൊടുത്ത് നോക്കിയതാണ്. അപ്പോൾ അവൻ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെന്ന് വെച്ചാൽ ചില നേരത്ത് എന്ത് കൊടുത്താലും പറ്റില്ല. കിട്ടുന്നും ബഹളം വെച്ച് കരഞ്ഞ് ഓളിട്ടൊക്കെ നടക്കും കേട്ടോ. എന്തിനാന്ന് നമുക്കറിയില്ലല്ലോ, പറയാനറിയില്ലല്ലോ. ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഭക്ഷണം കൊടുത്ത് വയറ് നിറഞ്ഞാലും ചില നേരത്ത് അങ്ങനെയൊക്കെ കരഞ്ഞ് ബഹളം വയ്ക്കുന്നത് കാണാം. എന്തിനാണെന്ന് മനസ്സിലാവില്ല. പിന്നെ നമ്മുടെ കലം ചോറ് വെച്ചതിൻ്റെ കലം അവിടെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് തേച്ച് കഴുകി വെച്ചു. അപ്പോൾ ഈ കരിയുള്ള പാത്രങ്ങൾ ആദ്യം തേച്ച് കഴുകി വെച്ചിട്ട് നമ്മൾ പാത്രം കഴുകാൻ പോയാൽ നമ്മുടെ കൈയൊക്കെ ഒന്ന് വൃത്തിയാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് അത് ആദ്യം തേച്ച് കഴുകിയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അത് തേച്ച് കഴുകി അതോടുകൂടി തന്നെ ആ മുറ്റവും കൂടെ അടിച്ചിട്ട് പോകാൻ നിന്നു. മുറ്റത്ത് അങ്ങനെ അങ്ങോട്ട് വൃത്തികേട് ഉണ്ടായിട്ടല്ല. പക്ഷെ നമ്മളിവിടെ തീ കത്തിക്കുമ്പോഴേ ഓലക്കൊടിയുടെ പീസുകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കെടുപ്പുണ്ടാവും. അപ്പോൾ ഒന്ന് വലിയ ഇതിലൊന്നല്ല, ഒന്ന് വരഞ്ഞിട്ടാൽ അവിടെ നല്ല വൃത്തിയിൽ ഭംഗിയിലൊക്കെ കെടുക്കുക. അപ്പോൾ അത് കാരണം കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ച് വാരിങ്ങാട്ട് ആ ഓലക്കൊടിക്കൊന്ന് അടുപ്പിലേക്ക് തന്നെ വെച്ച് കത്തിച്ചു. ആ വെള്ളം ചൂടായി കിടന്നു എന്നുള്ള ഒന്നിലേക്ക് അമ്മ എടുക്കും കേട്ടോ. ആദ്യത്തിനോ അമ്മയോ ഞാനോ ആരെങ്കിലും എടുക്കും വെള്ളം ചൂടായത്. പിന്നെ രണ്ടാമത് അതിന് വേണ്ടി കത്തിക്കാനൊന്നും നിൽക്കില്ല. കണ്ടപ്പോൾ പോവാണ് കേട്ടോ. ഞാൻ മുറ്റടിച്ച് വരുമ്പോൾ കുറേയൊക്കെ കാത്തിരുന്ന് നോക്കി. അവന് ആവശ്യത്തിനുള്ള ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ചില നേരത്തെ എന്തിനാണ് കരയുന്നത് എനിക്കറിയില്ല.
ബോറടിക്കണ്ട കൂട്ടുകാർക്ക്. ഞാനിങ്ങനെ ബോറടിക്കണ്ടോ എന്ന് ചോദിക്കും കൂട്ടുകാർ. ഒരു ബോറടിയില്ല എന്ന് പറയും. അപ്പം ഞാനിനി അങ്ങനെ ചോദിക്കണില്ല കേട്ടോ, ബോറടിക്കണില്ലല്ലോ എൻ്റെ കൂട്ടുകാർക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഓടി വന്ന് പാത്രം കഴുകുകയാണ്. അപ്പോൾ അതോടുകൂടി ആ കൈപ്പാത്രം കഴുകിയ കരിയൊക്കെ കൈമണ്ണിങ് അതൊക്കെ അങ്ങോട്ട് പോയി കൈ നല്ല വൃത്തിയായിക്കോളൂ കേട്ടോ. പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് വേഗം അവിടെ തുടച്ചെടുക്കുകയാണ്. അപ്പോൾ ഗ്യാസ് ഞാൻ ഉണങ്ങിയ തുണി കൊണ്ട് തന്നെ ഒന്ന് തുടച്ചെടുത്തോളൂ. എന്നുവെച്ചാൽ അത് ചൂടാറിയിട്ടില്ല ശരിക്കും അങ്ങോട്ട്. അപ്പോൾ പിന്നെ നനഞ്ഞ തുണി വെച്ച് ഗ്യാസിൻ്റെ ബർണറൊക്കെ തുടയ്ക്കുന്നത് അത്ര നല്ലതല്ലല്ലോ. അത് കാരണം കൊണ്ട് ആ ഒരു പരിപാടിക്ക് പോയില്ല. ബാക്കി ആ വെള്ളയപ്പത്തിൻ്റെ വീണ് കിടക്കണതും അതൊക്കെ ഒന്ന് നന്നായിട്ട് ഉരച്ച് തേച്ച് കഴുകി പിന്നെ അവിടെയൊക്കെ ഒന്ന് തുടച്ചിട്ടു. പിന്നെ താഴത്തും അടിച്ചു വാരി തുടച്ചു കേട്ടോ. അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയി നല്ല തിരക്കായി. അപ്പോഴേക്കും സമയം തികയണില്ല. അത് കാരണം കൊണ്ട് മാത്രം അത് ഷൂട്ട് ചെയ്തില്ല. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തുണികൾ അലക്കിയത് മിഷനിൽ കിടക്കണില്ലേ, അത് ഓടി വന്നതായി വിരിച്ചിടുകയാണ്. പായത്തിനോട് കയ്യിൽ പിടിച്ചിട്ട് തന്നെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാൻഡൊന്നും എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത്യാവശ്യം അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചേട്ടൻ ആ കുഞ്ഞു കുഞ്ഞു അലക്കുകളൊക്കെ ഇടയിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മറ്റേ സൈഡിലേക്കൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് പറന്ന് പോവും. അതുകൊണ്ടാണ് ഒരു കുഴപ്പം. ക്ലിപ്പ് മേടിച്ചാൽ മതി. ക്ലിപ്പൊക്കെ പൊട്ടിപ്പോയി. കഴിഞ്ഞ വർഷമൊക്കെ മേടിച്ചായിരുന്ന എല്ലാ ക്ലിപ്പുകളും എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയിട്ടാണ്. മഴയും വെയിലൊക്കെ കൊണ്ടിട്ടായിരിക്കാം. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പം ഞാൻ മിനി വ്ളോഗായിട്ട് ഇന്ന് ഇടുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഒന്ന് കണ്ടു നോക്കിയിട്ട് അതിൻ്റെ അഭിപ്രായം പറഞ്ഞോളൂ. മിനി വ്ളോഗ് ഇടുന്നതിൻ്റെ അഭിപ്രായം എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. പിന്നെ ഇതേ വൈകുന്നേരത്തെ വിശേഷമാണ്. വീണ്ടും ആദ്യത്തെ ഇന്ന് സൈക്കിളിൻ്റെ കാര്യം, ഇന്നലെ സൈക്കിൾ കട തുറന്നിട്ടുണ്ടായില്ല പറയാൻ പോയപ്പോഴും വീണ്ടും അയില മേടിച്ചു കൊണ്ടുണ്ടായിരുന്നു. അന്ന് ആദ്യം തന്നെയാണ് കേട്ടോ പോയത്. അപ്പോൾ അവർക്ക് അതൊന്ന് വറുത്ത് വെച്ചു. രാവിലത്തെ മീൻകറി ഉണ്ട്, അത് കാരണം കറി വെച്ചില്ല. പിന്നെ വറുത്ത് വെച്ചോളൂ, കറി വയ്ക്കാനായിട്ട് നിന്നില്ല. പിറ്റേ ദിവസം കറി വയ്ക്കാൻ ഞാൻ കുറച്ചെടുത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആ ഒരു കറിയുടെ പരിപാടിയും കൂടി കഴിയുമല്ലോ നമ്മുടെ. അപ്പോൾ ആ കൂട്ടുകാർ പറഞ്ഞ മാതിരി ചെറുപയറിൻ്റെയും ബീഫ് ബിരിയാണിയുടെയും ഒക്കെ ഷോട്ട് ഇന്ന് തന്നെ വരും. അപ്പോൾ കാണാൻ മറക്കരുത്. ഓക്കെ.